പ്രിയ വിദ്യാർത്ഥിനികളെ നമസ്കാരം. എല്ലാവരും പരീക്ഷയുടെ തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ പാഠഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ്, പഴയ പോലെ അല്ല അല്ലേ, കോവിഡിൻ്റെ കാലഘട്ടമാണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ പരീക്ഷ കുറച്ചുകൂടി നല്ല രീതിയിലാക്കുവാനും നിങ്ങൾക്ക് ആയാസം കുറയ്ക്കുന്നതിനും നിങ്ങൾക്കൊരു എന്താ പറയുക അതിനെക്കുറിച്ച് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്വസ്റ്റ്യൻ പാറ്റേണിലും അതായത് സമയത്തിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ്, നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങളെ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരേണ്ടത്? 50 മാർക്കിൻ്റെയാണ് NSQF മൈക്രോ ഇറിഗേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള മാർക്കിൻ്റെ വിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്ര മാർക്കായിട്ട് കൂട്ടിയിട്ടുണ്ട്? അതിൻ്റെ എന്താ പറയുക, ഡബിൾ ചെയ്തിരിക്കുകയാണ് മാർക്ക്. അതായത് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് വരിക. 100 മാർക്കിൻ്റെ അതിൽ എത്ര മാർക്ക് മതി? നമുക്ക് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാകും. ഓക്കെ. അപ്പോൾ ഈ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളെ നമ്മൾ ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ എന്ന തരത്തിൽ മാറ്റിയിട്ടുണ്ട്. മൊത്തം പഠിക്കേണ്ട ഭാഗങ്ങളെ ഇതിൽ ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ എന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ പഠിച്ച് നല്ല സ്കോർ കിട്ടാനും അതുപോലെ A+ ഒക്കെ വാങ്ങിക്കാനും പറ്റിയൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ. വിഷമിക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തെടുക്കാൻ കഴിയും. നല്ല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും A+ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ. 1 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് പോലെ നമുക്കറിയാമല്ലോ, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഷോർട്ട് ആൻസർ ടൈപ്പ്, അല്ലെങ്കിൽ ചെറിയ എന്താണ് പറയുക, ഓഡ് മാൻ ഔട്ട്, എന്തെങ്കിലും ചെറിയ ചെറിയ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ട്? 8 എണ്ണം ഉണ്ടാകും. പിന്നീട് എന്താണ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ടൈപ്പാണ്. 2 മാർക്കിൻ്റെ നമുക്ക് 12 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര ഉണ്ടാകും? 12 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അവസാനം essay പോലെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 8 എണ്ണം ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ എത്ര ക്വസ്റ്റ്യനാണ് ഉള്ളത്? 40 ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഓക്കെ. സാർ പറഞ്ഞു എന്താണ്? 1 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ. ആദ്യത്തെ 8 ക്വസ്റ്റ്യൻ എന്താണ്? 1 മാർക്കിൻ്റെ ആയിരിക്കും. 9 മുതൽ 20 വരെയുള്ള എന്തായിരിക്കും? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 21 മുതൽ 32 വരെ എന്തായിരിക്കും? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 32 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം 4 മാർക്കിൻ്റെ ആയിരിക്കും. ടോട്ടൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാകുക. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ആവശ്യവുമില്ല. നമുക്ക് ഈ 100ൽ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതിയാകും. ഓക്കെ. അപ്പോൾ അതിൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷനൊന്നുമില്ല. നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ പണി മൊത്തത്തിൽ എഴുതാം, പൂർണ്ണമായും എഴുതാം. 2 മാർക്കിൻ്റെ പണി പൂർണ്ണമായി എഴുതാം, 3 മാർക്കിൻ്റെ പൂർണ്ണമായി എഴുതാം. essay മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ ടിക്ക് ചെയ്ത് മാർക്കുകളെല്ലാം കൃത്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കണക്കൂട്ടുമ്പോൾ മാർക്ക് 50ൽ എത്താതെ വരും. ഓക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. എത്ര ക്വസ്റ്റ്യൻ എഴുതി, അത് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ ടിക്ക് ചെയ്ത് അതിൽ വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് 3 യൂണിറ്റേ ഉള്ളൂ. 3 യൂണിറ്റിൽ വിശദമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ സാറ് പറഞ്ഞ പോലെ ആയിരിക്കും. നമുക്ക് എഴുതാനുള്ള ടൈമിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. 2.25 മണിക്കൂറായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് കൂൾ ഓഫ് ടൈം ഒരു 5 മിനിറ്റ് കൂടി മാത്രമേ കൂടുതലുള്ളൂ. അതായത് കൂൾ ഓഫ് ടൈം 20 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ 20 മിനിറ്റിൽ എന്ത് ചെയ്യണം? കൃത്യമായ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് നോക്കുക. ഏതൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റും എന്ന് കൃത്യമായി നോക്കണം. അതിനൊപ്പം എന്ത് ടിക്ക് ചെയ്തിട്ട് മാർക്ക് കൃത്യമായി ചെക്ക് ചെയ്യണം. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയ എന്നുള്ളതുണ്ടാവും, നോൺ ഫോക്കസ് ഏരിയ എന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് ഈ ഫുൾ മാർക്ക് കിട്ടാനുള്ള രീതിയിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് അത് മാത്രം അറ്റൻഡ് ചെയ്യുക. അത് കൃത്യമായി വായിക്കുമ്പോൾ നമ്മൾ ടിക്ക് ചെയ്ത് വയ്ക്കണം. അത്തരത്തിൽ എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു സ്കോർ നേടാനായിട്ടും ഫുൾ A+ മേടിച്ചുകൊണ്ട് നമ്മൾക്ക് പരീക്ഷയ്ക്ക് റിസൾട്ട് വരുമ്പോൾ ഫുൾ A+ ലഭ്യമാക്കാനുള്ളൊരു ഇതാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ സാഹചര്യം നമ്മൾ മാക്സിമം മുതലാക്കുക. ക്ലിയറായിട്ട് നമ്മൾ നോക്കണം, നല്ല രീതിയിൽ ചെയ്യുക. ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ളതാണ്. ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ ഒക്കെ നമ്മൾ അടുത്ത ടീച്ചേഴ്സ് വരുമ്പോൾ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ തരത്തിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും A+ വാങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. സാർ ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് നോക്കണം. 40 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. 1 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ
12 ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ 12 ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നായിരിക്കും. അതുപോലെ എംപ്ലോയബിലിറ്റി, പാർട്ട് എ എംപ്ലോയബിലിറ്റി നമ്മൾ എഴുതിയിരുന്നു ഫസ്റ്റ് ഇയർ അല്ലേ. പാർട്ട് ബി ആയിട്ടാണ് വൊക്കേഷണൽ വരുന്നത്. ഇതിലങ്ങനെ ഇല്ല, എല്ലാം മിക്സ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ എംപ്ലോയബിലിറ്റി എന്നുള്ള ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസും 10 മാർക്കിൻ്റെ നമുക്ക് ചോദിക്കാറ്. അപ്പോൾ 20 മാർക്കിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അതിന് പ്രതീക്ഷിക്കാം. 1 മാർക്കിലും 2 മാർക്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഫോക്കസ് ഏരിയയിൽ പറയുന്ന ഏരിയയിൽ നിന്നുള്ളതായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ഈ പരീക്ഷയെ അഭിമുഖീകരിക്കാം. ടീച്ചേഴ്സുമായിട്ട് സംശയങ്ങളൊക്കെ മാറ്റി ഇതാക്കി ചെയ്യുക. ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് നോക്കുക, നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഒരു വിഷമവും വിചാരിക്കേണ്ട. എല്ലാവർക്കും തന്നെ നമ്മുടെ മൈക്രോ ഇറിഗേഷൻ കോഴ്സിനെ സംബന്ധിച്ച് A+ വാങ്ങിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അപ്പോൾ എല്ലാ ആശംസകളും സാധനമായിരുന്നു. നല്ല രീതിയിൽ പഠിക്കുക, ഓർത്തെടുക്കുക. പരീക്ഷയ്ക്ക് അല്ലേ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്, നമ്മളെ 2.5 മണിക്കൂർ നേരത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡാണ് ഇതിനെല്ലാത്തിൻ്റെയും കാതലായ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇതായിട്ട് മനസ്സിരുത്തി പഠിക്കുക, നല്ല രീതിയിൽ അത് പേപ്പറിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ എഴുതുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എന്താണ്, എത്ര ക്വസ്റ്റ്യൻസ് കൂടുതലുള്ളതുകൊണ്ട് അനാവശ്യമായിട്ട് സമയം കളയരുത്. ആവശ്യമുള്ള ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ടിക്ക് ചെയ്ത് പോവുക. അതിനുശേഷം കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ അധ്യാപകരുണ്ട്. അവരെ 3 യൂണിറ്റാണ് നമുക്കുള്ളത്. ആ യൂണിറ്റിൻ്റെ ഓരോന്നിലും വരുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കംസും അതിൻ്റെ ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിൻ്റെ സംശയ നിവാരണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ടീച്ചേഴ്സിൻ്റെ ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് അഞ്ജന. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ MIT അധ്യാപികയാണ്. MIT സെക്കൻഡ് ഇയറിൻ്റെ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ക്ലാസുകൾ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി ഇതിൽ ഓരോ യൂണിറ്റിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക് എന്നിവയ്ക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ യൂണിറ്റായ ലേഔട്ട് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം എന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങളെ കുറിച്ചാണ് ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് ലേഔട്ട് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം എന്നതാണ്. ഈ യൂണിറ്റിൽ നമുക്ക് 8 ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അഥവാ LOs ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണിത്. നിങ്ങളുടെ 100 മാർക്കിൻ്റെ 2ാം വർഷ MIT തിയറി പരീക്ഷയ്ക്ക് ഏകദേശം 40% മാർക്ക് വരെ ഈ യൂണിറ്റിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് യൂണിറ്റ് 1ലെ ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും ഏതൊക്കെയാണെന്ന് നോക്കാം. LO 1, 3, 5, 6, 7 എന്നിവയാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടത്. LO 2, 4, 8 എന്നിവ നോൺ ഫോക്കസ് ഏരിയയാണ്. ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിനോടൊപ്പം തന്നെ നോൺ ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങളും പഠിക്കണം. ഇനി നമുക്ക് ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സും പരിചയപ്പെടാം. ഒന്നാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് അഥവാ LO ആണ് കമ്പോണൻറ്റ്സ് ഓഫ് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം, അതായത് സൂക്ഷ്മ ജലസേചന സമ്പ്രദായത്തിൻ്റെ വിവിധ ഘടകങ്ങൾ. ഇതിൽ ഉൾപ്പെടുന്നവ ഇവയാണ്: ഹെഡ് എക്യുപ്മെൻറ്റ്സ്. ഹെഡ് എക്യുപ്മെൻറ്റ്സിൽ ഉൾപ്പെട്ട വിവിധ ഘടകങ്ങൾ നാം വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞല്ലോ. പമ്പ്, ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള പമ്പുകളും അവയുടെ ധർമ്മവും അതുപോലെ പമ്പിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന വിധവുമെല്ലാം നന്നായിട്ട് പഠിക്കണം. ഫിൽറ്ററുകൾ, വിവിധ തരത്തിലുള്ള ഫിൽറ്ററുകളായ പ്രൈമറി ഫിൽറ്ററുകളും സെക്കൻഡറി ഫിൽറ്ററുകളും അവ തമ്മിലുള്ള വ്യത്യാസവും അവയുടെ ഉദാഹരണങ്ങളുമെല്ലാം നന്നായിട്ട് പഠിക്കുക. അടുത്തത് ഫെർട്ടിഗേഷൻ യൂണിറ്റ്. ഫെർട്ടിഗേഷൻ എന്താണ്? ഫെർട്ടിഗേഷൻ്റെ പ്രാധാന്യം എന്താണ്? ഫെർട്ടിഗേഷൻ്റെ ഗുണങ്ങൾ, ഫെർട്ടിഗേഷൻ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ എന്നിവയെല്ലാം നന്നായിട്ട് ഓർമ്മിച്ച് പഠിക്കുക. രണ്ടാമത്തത് പൈപ്പിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. ഇതിൽ മെയിൻ ലൈൻ, സബ് മെയിൻ, ലാറ്ററൽ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന പൈപ്പുകളുടെ പ്രത്യേകതകളും ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളും ഉൾപ്പെടുന്നു. എമിറ്ററുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള എമിറ്ററുകൾ, അതായത് ഓൺലൈൻ, ഇൻലൈൻ എമിറ്ററുകൾ,
അതുപോലെ പ്രഷർ കോമ്പൻസേറ്റിംഗ് എമിറ്റർ, നോൺ പ്രഷർ കോമ്പൻസേറ്റിംഗ് എമിറ്റർ എന്നിവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. വിവിധ ഡിസ്ചാർജ് റേറ്റിലുള്ള എമിറ്ററുകൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തതായിട്ട് വാൽവുകളാണ്. വ്യത്യസ്ത തരത്തിലുള്ള വാൽവുകളും അവയുടെ ധർമ്മവും നമ്മൾ ഓർത്ത് പഠിക്കുക. ഉദാഹരണത്തിന് ARV അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ ഓർത്ത് പഠിക്കണം, എയർ റിലീസ് വാൽവ്. അപ്പം നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞ വാൽവുകൾ ഏതൊക്കെയാണെന്നും അവയുടെ ധർമ്മവും നമ്മൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനിയുള്ളത് മോണിറ്ററിംഗ് ഡിവൈസുകളാണ്. ഏതൊക്കെയാണവ? പ്രഷർ ഗേജും വാട്ടർ മീറ്ററും. അപ്പോൾ ഇവ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതായത് ഇതിൻ്റെ യൂസ് എന്താണെന്ന് നമ്മൾ പഠിക്കുക. ഇനി നമുക്കിതിൽ ഡ്രിപ്പ് ഇറിഗേഷനിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഫിറ്റിങ്സുകളാണ്. നമുക്കറിയാം PVC ഫിറ്റിങ്സും PE ഫിറ്റിങ്സും ഉണ്ട് അല്ലേ? അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമ്മൾ ഓർക്കുക. അതിനോടൊപ്പം തന്നെ ഇവയുടെ ഉപയോഗവും നമ്മൾ പഠിക്കുക. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിലാണ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ലേ ഔട്ട് നമ്മൾ കമ്പോണൻസ് എല്ലാം അടയാളപ്പെടുത്തി വരയ്ക്കാൻ പഠിച്ചതല്ലേ? അപ്പോൾ നമ്മളതും ഇതിൻ്റെ ഒപ്പം വരച്ചു പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ LO1 ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട പാഠഭാഗമാണ്. അടുത്തതായി നമുക്ക് LO2 ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. പാർട്സ് ഓഫ് മൈക്രോ ഇറിഗേഷൻ യൂണിറ്റാണ് LO2. ഇത് നോൺ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ഭാഗമാണ്. LO1 വളരെ വിശദമായിട്ട് പഠിച്ച ഭാഗങ്ങളാണ് ഇതിലും ഉൾപ്പെടുന്നത്. ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് മൂന്നാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഇത് ഫോക്കസ് ഏരിയ പാഠഭാഗമാണ്. നന്നായിട്ട് പഠിക്കണം. ഡ്രിപ്പ് ഇറിഗേഷൻ സ്ഥാപിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അഥവാ ടൂൾസും അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സും ഏതൊക്കെയാണെന്നും അവയുടെ ഉപയോഗവും ഓർത്തു വയ്ക്കുക. LO4 പ്രീ റിക്വസിറ്റ് ചെക്സ് ബിഫോർ ദി ഇൻസ്റ്റലേഷൻ ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ്. ഇത് നോൺ ഫോക്കസ് ഏരിയ പാഠഭാഗമാണ്. ഇതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സ്ഥാപിക്കുന്നതിന് മുൻപ് ഫീൽഡിൽ നാം ചെയ്യേണ്ട മുന്നൊരുക്കങ്ങളാണ് പഠിച്ചത്. അവ ഏതൊക്കെയാണെന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കണം. യൂണിറ്റ് 1 LO5 ഇൻസ്റ്റലേഷൻ ഓഫ് ഹെഡ് യൂണിറ്റാണ്. ഹെഡ് യൂണിറ്റിൽ ഉൾപ്പെട്ട വിവിധ കമ്പോണൻസ് അഥവാ ഘടകങ്ങൾ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇൻസ്റ്റലേഷൻ ഓഫ് പമ്പ്, അതുപോലെ ഇൻസ്റ്റലേഷൻ ഓഫ് ഹെഡ് യൂണിറ്റ് എന്നിവയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. യൂണിറ്റ് 1 LO6 ഇൻസ്റ്റലേഷൻ ഓഫ് പൈപ്പ് നെറ്റ്വർക്ക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, നമ്മുടെ മെയിൻ ലൈൻ, സബ് മെയിൻ, ലാറ്ററൽസ് എന്നിവ ഫീൽഡിൽ സ്ഥാപിക്കുന്ന വിധമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. മെയിൻ ലൈനും സബ് മെയിനും ഇടാനായി ഫീൽഡിൽ എടുക്കേണ്ട ട്രെഞ്ചസ് അഥവാ ചാലുകൾ തയ്യാറാക്കുന്ന വിധവും മെയിൻ ലൈൻ, സബ് മെയിൻ, ലാറ്ററൽ എന്നിവ സ്ഥാപിക്കുന്ന രീതി അഥവാ ഇൻസ്റ്റലേഷനും നമ്മൾ ഈ ഭാഗത്ത് പഠിക്കണം. യൂണിറ്റ് 1 LO7 ഇൻസ്റ്റലേഷൻ ഓഫ് എമിറ്റേഴ്സ് ആണ്. എമിറ്ററുകൾ അഥവാ ഡ്രിപ്പറുകൾ ലാറ്ററൽ പൈപ്പുകളിൽ ഇൻസ്റ്റോൾ ചെയ്യുന്ന വിധമാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത്. നമ്മൾ തൊട്ട് മുന്നേ കണ്ട LO5ഉം LO6ഉം അതുപോലെ LO7ഉം ഫോക്കസ് ഏരിയ പാഠഭാഗമാണ്. ഈ 3 ഭാഗങ്ങളിൽ നിന്നും നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്തതായി LO8 പോസ്റ്റ് ഇൻസ്റ്റലേഷൻ ചെക്കാണിത്. ഇത് നോൺ ഫോക്കസ് ഏരിയ പാഠഭാഗമാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ ഫീൽഡിൽ സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും പോസ്റ്റ് ഇൻസ്റ്റലേഷൻ ചെക്കിൻ്റെ പ്രാധാന്യം എന്താണെന്നുമാണ് നാം ഇതിൽ പഠിക്കേണ്ടത്. അപ്പോൾ യൂണിറ്റ് 1 ഉൾപ്പെട്ട വിവിധ LOകൾ ഏതെല്ലാമാണെന്നും അതിൽ നാം പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ചില
ജനറലായിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. ഉദാഹരണത്തിന് ഡ്രിപ്പ് ഇറിഗേഷൻ്റെയോ അല്ലെങ്കിൽ മൈക്രോ ഇറിഗേഷൻ്റെയോ ഗുണങ്ങൾ, ദോഷങ്ങൾ, അങ്ങനെ ചില ജനറൽ ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ നിന്നും പ്രതീക്ഷിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 40% മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ യൂണിറ്റ് 1 നിന്നും പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മേഖലകളെല്ലാം തന്നെ അഞ്ജന ടീച്ചർ നമുക്ക് വിശദമായി പറഞ്ഞു തന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. മെയിൻ്റനൻസ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ അധ്യായം. ഇതിൽ ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും ഉൾപ്പെടുന്നു. ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ ഇവയിൽ നിന്ന് 14% മാർക്കിന് വീതം ആകെ 28% മാർക്കിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഓരോന്നും വിശദമായി പരിശോധിക്കാം. ആദ്യത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് സീക്വൻസസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, അതായത് പമ്പ്, ബൈപ്പാസ് വാൽവ്, ഫിൽറ്റേഴ്സ്, ഫെർട്ടിഗേഷൻ യൂണിറ്റ്, മെയിൻ ആൻഡ് സബ് മെയിൻ വാൽവ്സ്, ലാറ്ററൽസ്, എമിറ്റേഴ്സ് ഇവയുടെ എല്ലാ പ്രവർത്തനമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇത് ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത് നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഇത് നോൺ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. അതായത് 2, 4 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത്. LO2 അതായത് ലേണിംഗ് ഒബ്ജക്റ്റീവ് 2 മോണിറ്റർ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, അതായത് കീ ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ് ടു മോണിറ്റർ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. കണികാ ജലസേചന സംവിധാനത്തിൻ്റെ പ്രവർത്തനം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് ഏതെല്ലാം? ഈ ഭാഗത്തു നിന്നും 2, 4 മാർക്കിനുള്ള ചോദ്യങ്ങൾക്കാണ് സാധ്യതയുള്ളത്. ഇതും നോൺ ഫോക്കസ് ഏരിയയാണ്. അടുത്തതായി LO3 ലേണിംഗ് ഒബ്ജക്റ്റീവ് 3 മെയിൻറ്റെയിൻ ദ ഹെഡ് യൂണിറ്റ്. പ്രൊസീജിയർ ഫോർ മെയിൻ്റനൻസ് ഓഫ് ഹെഡ് യൂണിറ്റ്. എ. പമ്പ്, ബി. സാൻഡ് ഫിൽറ്റർ, സി. ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ, ഡി. സ്ക്രീൻ ഫിൽറ്റർ, ഇ. ഡിസ്ക് ഫിൽറ്റർ. അതായത് ഹെഡ് യൂണിറ്റിൽ വരുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇവയുടെ എല്ലാം പരിപാലനം എപ്രകാരമാണ്? പമ്പിൻ്റെ പരിപാലനം, പ്രൈമറി ഫിൽറ്റേഴ്സായ സാൻഡ് ഫിൽറ്റർ, ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ എന്നിവയുടെ പരിപാലനം, സെക്കൻഡറി ഫിൽറ്റേഴ്സായ സ്ക്രീൻ ഫിൽറ്റർ, ഡിസ്ക് ഫിൽറ്റർ ഇവയുടെ പരിപാലനം. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ ഇതെല്ലാം. ഈ ഭാഗത്ത് നിന്നും 2, 3, 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇത് ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗമാണ്. അടുത്തത് LO4 മെയിൻറ്റെയിൻ ദ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആൻഡ് എമിഷൻ ഡിവൈസസ്. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പൈപ്പ് ലൈൻസ് ആണ്. എമിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് എമിറ്റേഴ്സ് അഥവാ ഡ്രിപ്പേഴ്സ് ആണ്. ഇവയുടെ പരിപാലനമാണ് താഴെ പറയുന്നത്. ഇവയുടെ പരിപാലനം സിസ്റ്റം ഫ്ലഷിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് 3 തരത്തിലുണ്ട്. ആസിഡ് ട്രീറ്റ്മെൻറ്റ്, ക്ലോറിൻ ട്രീറ്റ്മെൻറ്റ്, കോപ്പർ സൾഫേറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇവയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇനി ഈ ഫ്ലഷിംഗ് ചെയ്യേണ്ടി വരുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ എമിറ്റേഴ്സ് അടഞ്ഞു പോകാനുള്ള കാരണങ്ങൾ? ഇവ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. അപ്പോൾ ഇവയുടെ എല്ലാം പ്രൊസീജിയർ, എമിറ്ററുകൾ അടയാനുള്ള കാരണങ്ങൾ, രാസപ്രയോഗത്തിന് ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ഇവയെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഈ ഏരിയ ഫോക്കസ് ഏരിയയാണ്. ഇതിൽ നിന്നും
2, 3, 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഭാഗമാണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ്, അതായത് പലതരത്തിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. എ സർഫസ് ഡ്രിപ്പ്, ബി സബ് സർഫസ് ഡ്രിപ്പ്, സി ഫാമിലി ഡ്രിപ്പ്, ഡി ഇൻലൈൻ ഡ്രിപ്പ്, ഇ ഓൺലൈൻ ഡ്രിപ്പ്. വിവിധ തരത്തിലുള്ള കണികാ ജലസേചന രീതിയാണ്. ഇവ ഏതെല്ലാമാണെന്ന് നമുക്കറിയാം. ഇവ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസങ്ങളും, അതായത് ഇൻലൈൻ ഡ്രിപ്പും ഓൺലൈൻ ഡ്രിപ്പും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ സർഫസ് ഡ്രിപ്പ്, സബ് സർഫസ് ഡ്രിപ്പ്, എന്താണ് ഫാമിലി ഡ്രിപ്പ് എന്ന് നാം ഓർക്കുന്നുണ്ടാകും. ഇത് ഒരു നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ്. ഇവിടെ നിന്നും 2, 3, 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ കോഴ്സിൻ്റെ പാർട്ട് ബി വൊക്കേഷണൽ സ്കിൽ ഭാഗത്ത് 3 യൂണിറ്റുകളാണ് ഉള്ളത്. 3ാമത്തെ യൂണിറ്റാണ് ഒക്യുപ്പേഷണൽ ഹെൽത്ത്, ഹൈജീൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസസ്. ഈ യൂണിറ്റിൽ 3 ലേണിംഗ് ഔട്ട്കം ഉണ്ട്. അതിൽ 1ാമത്തെയും 2ാമത്തെയും ലേണിംഗ് ഔട്ട്കം ഫോക്കസ് ഏരിയയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3ാമത്തെ ലേണിംഗ് ഔട്ട്കം നോൺ ഫോക്കസ് ഏരിയയിലാണ്. 1ാമത്തെ ലേണിംഗ് ഔട്ട്കമായ റെക്കഗ്നൈസ് ആൻഡ് അഡോപ്റ്റ് സ്ട്രാറ്റജീസ് ഫോർ പ്രിവെൻറ്റിംഗ് അസാഡസ് കണ്ടീഷൻസ് ആൻഡ് വർക്ക് പ്രാക്ടീസസ്, അതായത് തൊഴിലിടങ്ങളിലെ അപകടകരമായ സാഹചര്യങ്ങളെ തിരിച്ചറിയുകയും അവ തടയുന്നതിനുള്ള നടപടികളുമാണ് 1ാമത്തെ ലേണിംഗ് ഔട്ട്കം. 2ാമത്തെ ലേണിംഗ് ഔട്ട്കം അഡ്മിനിസ്റ്റർ ഫസ്റ്റ് എയ്ഡ് ഓർ അണ്ടർടേക്ക് ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ ഇൻ ലൈഫ് ത്രെട്ടണിങ് എമർജൻസി. ജീവന് അപകടമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചുള്ള അറിവാണ് 2ാമത്തെ ലേണിംഗ് ഔട്ട്കം. ഈ 2 ലേണിംഗ് ഔട്ട്കം ഫോക്കസ് ഏരിയയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോക്കസ് ഏരിയ എന്താണെന്ന് നിങ്ങൾക്കറിയാം. 75% ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയിൽ നിന്നാണ് ഉണ്ടാവുക. 3ാമത്തെ ലേണിംഗ് ഔട്ട്കമാണ് അണ്ടർടേക്ക് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ മെത്തേഡ്സ് ഫോർ ട്രീറ്റിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ്. മാലിന്യ സംസ്കരണത്തിന് അനുയോജ്യമായ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ രീതികൾ ആണ് 3ാമത്തെ ലേണിംഗ് ഔട്ട്കം. ഇത് നോൺ ഫോക്കസ് ഏരിയയിലാണ് ഉള്ളത്. അതിനർത്ഥം ഇതിൽ നിന്നും ചോദ്യം ഉണ്ടാവില്ല എന്നല്ല, 25% ചോദ്യങ്ങൾ മാത്രമേ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. ഇനി ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. 1ാമത്തത് തൊഴിലിടങ്ങളിലെ അപകടകരമായ സാഹചര്യങ്ങൾ തിരിച്ചറിയുവാനും അവ തടയുന്നതിനുമുള്ള നടപടികൾ ആണ് 1ാമത്തെ ലേണിംഗ് ഔട്ട്കം. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ടൈപ്സ് ഓഫ് ഹസാർഡ്, വിവിധ തരം അപകടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ വിവിധ തരം അപകടങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കെമിക്കൽ ഹസാർഡ്, എർഗോണമിക് ഹസാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധയോടെ വായിച്ചു നോക്കുക. 2ാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് കോമൺ ഹസാർഡ്സ് അറ്റ് അഗ്രികൾച്ചറൽ ഫാം. നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കൃഷി ഫാമുകളിൽ സാധാരണ ഉണ്ടാകാറുള്ള അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം. വാഹനാപകടം, കീടനാശിനികൾ കൊണ്ടുള്ള അപകടം, ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള വീഴ്ച എന്നിങ്ങനെ വിവിധതരം അപകടങ്ങളെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് ഈ അപകടങ്ങൾ തടയുന്നതിനുള്ള നടപടികളാണ്. അതിന് സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളാണ് ഈ പാഠഭാഗത്തുള്ളത്. അപ്പോൾ വിവിധതരം സുരക്ഷാ ഉപകരണങ്ങളെക്കുറിച്ചും സുരക്ഷാ രീതികളെക്കുറിച്ചും നമ്മൾ ക്ലാസ്സുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അവയും ശ്രദ്ധയോടെ വായിക്കുക. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്.
ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ ലേണിംഗ് ഔട്ട്കമാണ് അഡ്മിനിസ്റ്റർ ഫസ്റ്റ് എയ്ഡ് ഓർ അണ്ടർടേക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ ഇൻ എ ലൈഫ് ത്രെട്ടണിംഗ് എമർജൻസി. അടിയന്തര സാഹചര്യങ്ങളിൽ നൽകേണ്ടുന്ന പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചിട്ടുള്ള അറിവ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൃഷിയിടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ വിവിധ സാഹചര്യങ്ങളിൽ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടുന്ന അവസരങ്ങൾ ഉണ്ടാവും. മുറിവുകൾ, ചതവുകൾ, ഒടിവുകൾ, പൊള്ളലുകൾ, പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം, പട്ടി കടിച്ചാൽ എന്ത് ചെയ്യണം, ബീ ബൈറ്റ് തേനീച്ച കുത്തിയാൽ എന്ത് ചെയ്യണം, പിന്നെ രാസവസ്തുക്കളുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് രാസവസ്തുക്കളുമായി സമ്പർക്കം ഉണ്ടാകുന്ന അപകടങ്ങളിൽ എന്ത് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അവയും പ്രധാനപ്പെട്ട പാഠഭാഗമാണ്. അവയിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ടീച്ചേഴ്സ് നമുക്ക് 3 യൂണിറ്റാണ് പ്രധാനമായിട്ടും ഇതിൽ വൊക്കേഷണൽ സ്കില്ലുകൾ വരുന്നത്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സംശയ നിവാരണം നടത്തണം, അത്യാവശ്യമായിട്ട് നടത്തണം കേട്ടോ. 2 എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ് വരുന്നത്. അതിലും ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഫോക്കസ് എന്താ പറയുക, എംപ്ലോയബിലിറ്റി നമ്മൾ 1-2 എഴുതിയിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ള എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറെ എടുക്കാം. നിങ്ങൾക്ക് ഇന്നത് ചെയ്യണം, പാർട്ട് എയിൽ ഇത്ര ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, ഒരു ഓപ്ഷൻസും ഇല്ല. നിങ്ങൾക്ക് 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ സംശയമൊക്കെ മാറ്റി എഴുതുക, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കണം. നമ്മളെല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവും. മൈക്രോ എഡ്യൂക്കേഷൻ ടെക്നീഷ്യൻ എന്ന കോഴ്സ് നല്ല റിസൾട്ടായിട്ട് നമുക്ക് എന്താ പറയുക, മറ്റുള്ളവർക്ക് മുന്നിൽ നല്ലൊരു റിസൾട്ടുമായിട്ട് വരണം. എല്ലാ ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടി. അപ്പോൾ വീട്ടിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ പരീക്ഷകളെല്ലാം എഴുതുക. എല്ലാ പ്രാർത്ഥനയും ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകും. നന്ദി. ഓക്കെ.